അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിഖിലെ ലാസ്റ്റത്തെ പാടാണ് കേട്ടോ. 5ാം ക്ലാസ് ഫിഖിലെ ലാസ്റ്റത്തെ പാടും അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് കേട്ടോ. വായിക്കാം. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽ ഹജ്ജ് വൽ ഉംറ. മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹമില്ലാത്ത സത്വവിശ്വാസികളില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അവ നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ ഹജ്ജും ഉംറയും നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത്. അവ വാജിബാകാൻ ചില ഷർത്തുകളുണ്ട്. അപ്പോൾ ഹജ്ജ് ഉംറ വാജിബാകാൻ ചില ഷർത്തുകളുണ്ട്. 1 മുസ്ലിം ആവുക, 2 സ്വതന്ത്രനാവുക, 3 കഴിവുള്ളവനാവുക, 4 സ്ത്രീകൾക്ക് ഇതിന് പുറമെ 2 ഷർത്തുകൾ കൂടിയുണ്ട്. സ്ത്രീകൾക്ക് ഈ 3 ഷർത്തല്ലാതെ വേറെ 2 ഷർത്ത് കൂടിയുണ്ട്. 1 ഇദ്ദയിൽ അല്ലാതിരിക്കുക, 2 കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. അതാണ് സ്ത്രീകൾക്കുള്ള ഇത് കേട്ടോ. ഹജ്ജിൻ്റെ ഫർളുകൾ: 1 ഇഹ്റാം ചെയ്യൽ, ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതൽ. ഹജ്ജിൻ്റെ ഫർളുകളിൽ ഒന്നാമത്തെ ഇഹ്റാം ചെയ്യൽ, അതായത് ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് നമ്മൾ കരുതൽ. 2 അറഫയിൽ ഹാജരാവൽ. ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ അറഫയിൽ ഹാജരാവൽ ഏതാ സമയം? ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. 3 ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ. അറഫയിൽ ഹാജരായ ശേഷമാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ അറഫയിൽ ഹാജരായ ശേഷമാണ് അത് ചെയ്യേണ്ടത്. 4 സൊഫാ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സായി ചെയ്യൽ. 4-മത്തെ സൊഫാ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സായി ചെയ്യൽ. 5 തലയിൽ നിന്ന് മുടി നീക്കൽ. 6 തർത്തീബ്, അതായത് വൈക്കുവൈ ചെയ്യുക. അറഫയിൽ ഹാജരാവൽ അല്ലാത്തവ ഉംറയ്ക്കും ഫർളുകളാണ്. അപ്പോൾ ഹജ്ജിൻ്റെ ഫർളുകളിൽ അറഫയിൽ ഹാജരാവൽ അല്ലാത്തവൊക്കെ ഉംറൻ്റെയും ഫർളുകളാണ്. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ: 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ. 2 പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കൽ. 3 അയ്യാമു തശ്രീക്കിൻ്റെ രാവുകളിൽ മിക്ക സമയവും മിനായിൽ രാത്രി താമസിക്കൽ. 4 ജംറകളിൽ കല്ലെറിയൽ. 5 വിദാഇൻ്റെ തവാഫ് ചെയ്യൽ. ഹജ്ജിൻ്റെ മീഖാത്തുകൾ: യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർനുൽ മനാസിൽ, ദാത്തുൽ ഇർക്ക് എന്നിവയാണ്. ഹജ്ജിൻ്റെ മീഖാത്തുകൾ യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർനുൽ മനാസിൽ, ദാത്തുൽ ഇർക്ക് എന്നിവയാണ്. ഇഹ്റാമിൻ്റെ കാലം ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെ ദിവസമാണ്. ഉംറയ്ക്ക് നിശ്ചിത കാലമില്ല. ഉംറയ്ക്ക് നിശ്ചയിച്ച കാലമില്ല. ഹജ്ജിന് ദുൽഹിജ്ജ 10. 1-മത്തെ ക്വസ്റ്റ്യന്: ഹജ്ജും ഉംറയും നിർബന്ധമായിട്ടുള്ളത് എത്ര പ്രാവശ്യം? ആൻസർ: ജീവിതത്തിൽ ഒരു പ്രാവശ്യം. ഹജ്ജും ഉംറയും വാജിബാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം? 1 മുസ്ലിം ആവുക, 2 സ്വതന്ത്രനാവുക, കഴിവുള്ളവനാവുക. അതാണ് അതിൻ്റെ ആൻസർ. 3-മത്തെ ക്വസ്റ്റ്യൻ: സ്ത്രീകൾക്ക് മാത്രമായുള്ള ഷർത്തുകൾ ഏവ? ആൻസർ: ഇദ്ദയിൽ അല്ലാതിരിക്കുക, കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഹജ്ജിൻ്റെ ഫർളുകൾ ഏതെല്ലാം? ഇഹ്റാം ചെയ്യൽ, അറഫയിൽ ഹാജരാവൽ, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ, സൊഫാ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സായി ചെയ്യൽ, തലയിൽ നിന്ന് മുടി നീക്കൽ, തർത്തീബ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇഹ്റാം എന്നാൽ എന്ത്? ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതൽ. അതാണ് ഇഹ്റാം. അറഫയിൽ ഹാജരാവണം എപ്പോൾ? ആൻസർ: ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യണം എപ്പോൾ? ആൻസർ: അറഫയിൽ ഹാജരായ ശേഷം. അടുത്ത ക്വസ്റ്റ്യൻ: ഉംറയുടെ ഫർളുകൾ ഏവ? അറഫയിൽ ഹാജരാവലല്ലാത്തവ ഉംറയ്ക്കും ഫർളുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹജ്ജിൻ്റെ വാജിബാത്തുകൾ ഏതെല്ലാം? ആൻസർ: മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ, പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കൽ, അയ്യാമു തശ്രീക്കിൻ്റെ രാവുകളിൽ മിക്ക സമയവും മീനായിൽ രാത്രി താമസിക്കൽ, ജംറകളിൽ കല്ലെറിയൽ, വിദാഇൻ്റെ തവാഫ് ചെയ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഹജ്ജിൻ്റെ മീഖാത്തുകൾ ഏവ? യലംലം, ദുൽഹുലൈഫ, ഹുജ്ഫ, കർനുൽ മനാസിൽ, ദാത്തുൽ
എർഫ് എന്നിവയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇഹ്റാമിൻ്റെ കാലം വ്യക്തമാക്കുക. ഷവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ 10ാം രാവ് ഉൾപ്പെടെ ഉള്ള ദിവസങ്ങൾ. അടുത്തത്, ഡേഷ് നിശ്ചിത കാലമില്ല. ഉംറക്ക് നിശ്ചിത കാലമില്ല.